റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞതും അവിടെ നിന്ന് കേൾക്കും. ഹയാത്തി ഖൈറുല്ലക്കും വ മമാത്തി ഖൈറുല്ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മൗത്തും നിങ്ങൾക്ക് ഖൈറാണ്. വ തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ ഓരോ പ്രവർത്തനവും എൻ്റെ മേൽ വെളിവാക്കപ്പെടും. മലായിക്കത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലുകളും എൻ്റെ അടുക്കൽ വെളിവാക്കപ്പെടും. ഫൈൻ വജത്തു ഖൈറൻ, അത് ഖൈറാണ് എൻ്റെ ഉമ്മത്ത് ചെയ്തത് എന്ന് ഞാൻ എത്തിച്ചാൽ ഹമിദുല്ലാഹ, ഞാൻ അള്ളാഹുവിൽ തുതിക്കും. അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മത്തികൾ ഇങ്ങനെ ഖൈറ് ചെയ്തല്ലോ എന്ന നിലക്ക് ഞാൻ അള്ളാഹു തുതിക്കും. ഫൈൻ വജത്തു ഖൈറ ദാലിക ഇസ്തഗ്ഫർതുല്ലാഹ്, എൻ്റെ മുഹിബ്ബീങ്ങളും എന്നെ പ്രിയം വെക്കുന്നവരുമായ ആളുകളിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചതായി ഈ വെളിവാക്കപ്പെടുന്ന കൂട്ടത്തിൽ വന്നാൽ ഇസ്തഗ്ഫർതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇഅ്മലൂ, നിങ്ങൾ പ്രവർത്തിക്കുകയും, ഫസയറല്ലാഹു അമലക്കും, നിങ്ങളുടെ പ്രവൃത്തിയെ അല്ലാഹു തആല വീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു തആല കാണുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ആയിരുന്നു എന്നല്ലല്ലോ നമ്മൾ അർത്ഥം പറയുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു എന്നാണ് അർത്ഥം. അല്ല, അള്ളാഹുവിൻ്റെ റസൂലാകുന്നു, അന്നും ഇന്നും എന്നും ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ജനങ്ങൾക്കും അയക്കപ്പെട്ട റസൂലാണ് അള്ളാഹുവിൻ്റെ റസൂൽ. പക്ഷേ മനുഷ്യനാകുമ്പോൾ മനുഷ്യന് മൗത്ത് കൂടാതെ പറ്റില്ല. അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമയം അള്ളാഹു കണക്കാക്കിയ സമയം എത്തിയപ്പോൾ അവിടെ അള്ളാഹു തആല മരിപ്പിച്ചു. മരണം കഴിഞ്ഞു. ആ മൗത്തിൻ്റെ ശേഷവും അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ സംഗതികളെയും അറിയാൻ വേണ്ടി മലക്കുകൾ എത്തിച്ചു കൊടുക്കും.